ഈ പുതിയ പിള്ളേരുടെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഈ നമ്മുടെ ഹനാൻഷാനെ പോലെയുള്ള വേടനെ പോലെയുള്ള ദബ്സി ബേബിജി ഒക്കെ പോലെയുള്ള പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? വരികൾ ശ്രദ്ധിക്കാറുണ്ട്. ഉണ്ട്. വരികള് നമ്മളെങ്ങനെ പെട്ടെന്ന് നമ്മൾ ചില വരികൾ നമ്മൾ അറിയാണ്ട് ശ്രദ്ധിച്ചു പോകും. വേടന്റെ ഒക്കെ വരികൾ അങ്ങനെയാണ്. മ്യൂസിക്കലി എനിക്ക് അത്ര ഒരു എന്താ പറയാ, മ്യൂസിക് എന്ന് പറയുമ്പോൾ സംഗീതം തന്നെയാണല്ലോ അല്ലേ? പ്രത്യേകിച്ച് വേടന്റെ ഒക്കെ വരികള് ഭയങ്കര പൊളിറ്റിക്കലാണ്. ഇപ്പൊ ജെൻസി കുട്ടികളെയൊക്കെ സംബന്ധിച്ച് വലിയ ആഘോഷമാണ് വേടന്റെ വരികൾക്കും വേണ്ട പൊളിറ്റിക്സിനൊക്കെ ഭയങ്കര ആഘോഷമാണല്ലോ. വേടൻ ഒരു ഒറ്റപ്പെട്ട ആഘോഷമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ആ ഒരു പുള്ളി പോലെ അങ്ങനെ ക്രൗഡ് പുള്ളിങ് ഉള്ള ഒരു ഗായകർ ഇപ്പൊ കേരളത്തിലില്ല എന്ന് പറഞ്ഞ പോലെ ഉണ്ടോ വെച്ചാൽ ആയിരിക്കാം. പക്ഷെ ഇത്തരം ഒരു പൊളിറ്റിക്സ് ഒക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ ഇത്ര അധികം ആളുകൾ വരുന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ അത്തരം പാട്ടുകളൊക്കെ ഉണ്ടാവണം. ഇതുവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറഞ്ഞ പോലത്തെ, അല്ലെങ്കിൽ ആണ്ണാറക്കണ്ണൻ, ഇങ്ങനെയൊക്കെ ഉള്ള വരികളൊക്കെ അല്ലേ. അന്നൊക്കെ വേറിട്ട് ഒരു ദ്രാവിഡ കൾച്ചറിലുള്ള പാട്ടുകൾ വരട്ടെ. ദളിത് പൊളിറ്റിക്സ് പറയുന്ന പാട്ട്. ദളിത് എന്നല്ല, ദ്രാവിഡ കൾച്ചർ. നമ്മളൊക്കെ ദ്രാവിഡരാണ്. അപ്പൊ ആ ദ്രാവിഡ കൾച്ചറിലുള്ള പാട്ടുകൾ വരട്ടെ. ഈ പറഞ്ഞ പോലെ എല്ലാ പദങ്ങളും ഈ പറഞ്ഞ പോലെ ഒരു സവർണ കാഴ്ചപ്പാടില് ഒന്ന് ഉയർന്നു വരുന്ന വരികൾ. അവർ തന്നെ അറിയുന്നില്ല അതിലൊരു സവർണത ഉണ്ടെന്നുള്ളത്. ഇപ്പോ പറഞ്ഞാൽ നമ്മള് പൊളിറ്റിക്കലി കറക്റ്റ്നെസ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി ആളുകൾ ഇടപെട്ട് തുടങ്ങിയപ്പോഴൊക്കെയാണ്. നമ്മൾ അറിയാതെ തന്നെ പല വാക്കുകളും, സിനിമയിൽ തന്നെ പ്രയോഗിക്കുന്ന പല വാക്കുകളും ദളിത് വിരുദ്ധതയുണ്ട്, മനുഷ്യവിരുദ്ധതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറെയൊക്കെ ശ്രദ്ധിക്കുന്ന വരികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലതാണ്. പിന്നെ എപ്പോഴും ഈ അണ്ണാറക്കണ്ണൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ വരികൾ എന്തിനാ പോണേ? അപ്പോൾ പുതിയ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഒക്കെ ഉണ്ടാവട്ടെ. റാപ്പൊക്കെ ഭയങ്കരമായി. അതെ, അതിനൊന്നും സംഗീതം പലതരത്തിലുണ്ട്. എല്ലാ തരത്തിലുള്ളത് നമുക്ക് ആസ്വദിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ എന്റെയൊക്കെ ഒരു ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാല്, പാട്ടിൽ ഞാൻ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ മ്യൂസിക് ആണെങ്കിൽ ഗസൽസ്, അതുപോലെ ഹിന്ദുസ്ഥാനി ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ഇതൊക്കെയാണ്. കർണാട്ടിക് ഇഷ്ടമാണെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഹിന്ദുസ്ഥാനി ഇഷ്ടം. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, അത് വരികളെക്കാളും സൂക്ഷ്മമാണ് സംഗീതം. അക്ഷരങ്ങളെക്കാളും സൂക്ഷ്മമാണ് സത്യത്തില് മ്യൂസിക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ മ്യൂസിക്കാ ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാവുന്നത്. ആയിക്കോട്ടെ. നൃത്തഗീതികളെന്നും ഉണരുന്ന വേദിയിൽ തൃഷ്ണമിഴികളിതാ തേടുന്നീ വിസ്മയത്തെയാ എന്മങ്കേയാ പൊന്മങ്കേ കഞ്ചുകമിളകുന്ന ലാസ്യ നടനം കാണാൻ വിശ്വദിക്കുകളിതാ എൻ മുന്നിൽ അണയുന്നേയാ എന്മങ്കേയാ പൊന്മങ്കേ. ഈ പാട്ട് ശരിക്കും നല്ല വിത്ത് ഓർക്കസ്ട്രയോട് കൂടി പാടുമ്പോഴാണ്, അതിന്റെ പ്രത്യേകിച്ച് അതിന്റെ മൈനസ് ട്രാക്ക് ഇട്ട് പാടുമ്പോഴാണ്. ചെമ്പാവ് കുന്നലിനും കൂടെ ഒന്ന് പാടിത്തരാം. ചെമ്പാവ് കുന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ മുളകരച്ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനേ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്തെന്തിന്നോ വരിക്കപ്പൊൻ ചക്കയുടെ മടല് കൊത്തി നറുനറെ അരിഞ്ഞിട്ടങ്ങുടച്ചൊരുക്കി തകരിത്തില്ലോ താനിന്നോ താനികതാനിന്നോ പഴംപുളിശ്ശേരി ചാറിൽ പിടിക്കുമ്പോൾ വഴുക്കണ മധുരമാമ്പഴം പോലെ വലയ്ക്കുന്നോളേ. അപ്പൊ ഒരുപാട് മിക്സ് ചെയ്തിട്ടാ ഞാൻ പാടിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.